ഹലോ, ഓഡിബിൾ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ? റെസ്പോണ്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? റെസ്പോണ്ട് ചെയ്തേ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 2025 ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറയും. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറഞ്ഞു. ഏതായിരുന്നു? 2025 48. ഓക്കെ, ഒരു മിനിറ്റ്. 48 ഡിസ്കസ് ചെയ്തല്ലേ? ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാനൊന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ആളെ റെസ്പോണ്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. നമ്മള് 6 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. നമ്മൾ കവർ ചെയ്തതിൽ 6 കവർ ചെയ്തു. ഇല്ല, 6 കവർ ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് പറയാം. 6 ഇല്ല. ഓക്കെ, 6 ഇല്ല. പിന്നെ നമ്മൾ 8 കവർ ചെയ്തു. 8 കവർ ചെയ്തു അല്ലേ? 8 കവർ ചെയ്തു. പിന്നെ നമ്മൾ 9 നയൻ 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 ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. 16 16 16 റെസ്പോണ്ട് ചെയ്തേ. 16 കവർ ചെയ്തു. 16, സോറി 16 അല്ല, സോറി നമ്പർ മാറിപ്പോയി. 16 കവർ ചെയ്തില്ല. 16 ഒന്നുകൂടി ചെക്ക് ചെയ്ത് പറഞ്ഞേ. നമ്മുടെ 7 into 16 കവർ ചെയ്തു. ഓക്കെ, നമ്മൾ അതേപോലെ 18 റെസ്പോണ്ട് ചെയ്തേ. 18 കവർ ചെയ്തു. ഓക്കെ, 19 കവർ ചെയ്തല്ലേ? ഓക്കെ, പിന്നെ 20 20 20 കവർ ചെയ്തു. 25 നോക്കിയേ. 25 ഇല്ല. 25 ഇല്ല. ഓക്കെ, പിന്നെ 26 കവർ ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് 27 ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്ത് 27. യെസ്, കവർ ചെയ്തു. പിന്നെ നമുക്ക് 30 കവർ ചെയ്തു. യെസ്, ഓക്കെ. പിന്നെ നമുക്ക് 35
ഇല്ല. ഓക്കെ, 35 ഇല്ല. 36. 36. ഓക്കെ, കവർ ചെയ്ത്. 40. 40. 40. 40. ഓക്കെ. 45. 45. 45 ഇല്ല. 48. 48 നമ്മൾ കവർ ചെയ്തു. 48 നമ്മൾ കവർ. 49. 49. ഇല്ല. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇതില് 6 ഒന്ന് നോക്കിയാൽ, ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കാം. 6 അവിടെ നിന്ന് കൊടുന്നൂടി വരാം. നമുക്ക് 6 ഒന്ന് ഒരു 2 മിനിറ്റ്സ് ഒന്ന് 6 ഒന്ന് കൊടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, 6 ഒന്ന് നോക്കുക. So, നമുക്ക് 6 ക്വസ്റ്റ്യൻ നോക്കാം. 6 നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, UPSC ആൻസർ കീയിൽ കൊടുത്ത ആൻസർ തെറ്റാണ്. ഫൈനൽ ആൻസർ വന്നപ്പോൾ അതിൽ കൊടുത്തത് D എന്നാണ്. പക്ഷെ അത് അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് ഇതിൽ നിന്ന് പോസിബിൾ ആവില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ, നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം നമുക്ക് അതിനെ ഒരിക്കലും UPSC പറഞ്ഞ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്, പിന്നെ UPSC എന്താണ് അതിന്റെ ഒരു വാലിഡേഷൻ തരാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ മെത്തേഡ് പറയാം. നമുക്ക് ആൻസർ വേറെ രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, മെത്തേഡ് മാത്രം ഞാൻ പറയാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 പ്രൈം നമ്പേഴ്സ് പിയും ക്യൂവും മാറും. ഈച്ച് ആർ ലെസ് ദാൻ 20. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ P മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു Q മൈനസ് ആർ ആണ്. ഹൗ മെനി ഡിസ്റ്റിങ് പോസിബിൾ വാല്യൂസ്? P പ്ലസ് ക്യൂ പ്ലസ് ആറിന് എടുക്കാൻ പറ്റുന്ന ഡിസ്റ്റിങ് പോസിബിൾ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പിയും ക്യൂവിനും ആറിനും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം, ഇവിടെ പി ഈക്വൽ ടു പിയും ക്യൂവിനും ലെസ് ദാൻ 30 ഉള്ള പ്രൈം നമ്പേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ പോസിബിൾ വാല്യൂസ്? എന്താ 2 വരാം, 3 വരാം, 5 വരാം, 7 വരാം, പിന്നെ 11 വരാം, 13 വരാം, 17 വരാം, 19 വരാം, പിന്നെ നമുക്ക് 23 വരാം, പിന്നെ നമുക്ക് 29 വരാം. ഇത്രയും പോസിബിൾ വാല്യൂസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. അതുവരെ ഓക്കെ ആണോ? 2 വരാം, 3 വരാം, 5 വരാം, ലെസ് 7 ദാൻ വരാം. 20 അല്ലേ? സോറി സോറി, ലെസ് ദാൻ 20. സോറി സോറി, 17. ഓക്കെ, അല്ല, ലെസ് ദാൻ 20. സോറി സോറി, ലെസ് ദാൻ 30. ഓക്കെ, 17 വരാം, 19 വരാം. ഓക്കെ, ഇനി നമുക്ക് 2
3 5 7 9 11 13 17 19. ഓക്കെ, ഇവര് പറഞ്ഞ കണ്ടീഷൻ എന്താ? പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ആർ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എനിക്ക് ക്യൂ എല്ലാം ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ മൈനസ് ക്യൂ ഇങ്ങോട്ട് പോകും, മൈനസ് ആർ ഇങ്ങോട്ട് വരുമ്പോൾ പി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 2Q എന്ന് കിട്ടും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പി പ്ലസ് ക്യൂ പ്ലസ് ആറിന് ഡിസ്റ്റിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇപ്പൊ പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ വാല്യൂ ഒരു വട്ടം 33 വന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് 33 എന്നുള്ളത് വേറെ കണ്ടീഷൻ വരുമ്പോൾ ആ വാല്യൂ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു വട്ടം എന്തെങ്കിലും ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ പി പ്ലസ് ആർ ഇസ് ഈക്വൽ 2Q, അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോക്കാം എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന്. അപ്പം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന കേസസ് എന്ന് വെച്ചാല്, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന കേസസ് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഈ കണ്ടീഷൻ ഇവിടെ എഴുതുക, പി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 2Q. ഇനി കൊടുത്ത കാര്യം നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, എനിക്കിവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? 2Q. അപ്പൊ എന്താ, എനിക്ക് ഇപ്പം ക്യൂവിന്റെ വാല്യൂ 2 എടുക്കുകയാണെങ്കിൽ എന്താ, ക്യൂവിന്റെ വാല്യൂ 4 വരും. 4 എനിക്ക് എങ്ങനെ വന്നാലും ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ള നമ്പേഴ്സ് പി മാർ എന്ത് വന്നാലും ഇതിനെക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ ക്യൂവിന്റെ വാല്യൂ 2 വരുന്ന ഒരു പോസിബിലിറ്റീസും ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം ക്യൂ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ 4 എനിക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ച് ഡിസ്റ്റിങ് ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പോസിബിൾ ആവില്ല. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കി പോകുന്നതാണ് എളുപ്പം. ക്യൂവിന്റെ വാല്യൂ 3 കൊടുക്കുക, ക്യൂവിന്റെ വാല്യൂ 2 കൊടുക്കുക, അങ്ങനെ അങ്ങനെ കൊടുത്തു പോകുന്നതാണ് എളുപ്പം. അപ്പൊ അത് പോസിബിൾ അല്ല. ഇനി എനിക്ക് ക്യൂവിന്റെ വാല്യൂ 2 വെച്ചിട്ട് ഒരു കേസും എനിക്ക് പോസിബിൾ അല്ല. ക്യൂ വെച്ച് 2, ഇനി എന്താ, ക്യൂ ഇസ് ഈക്വൽ ടു 3 നോക്കുമ്പോൾ എനിക്ക് 6 കിട്ടണം. 6 എനിക്ക് പോസിബിൾ ആണെന്ന് വെച്ചാൽ ഇവിടെ 5ഉം 2ഉം 7 ഓക്കെയാണ്. 6 അതും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലും എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സും ഇല്ല, കാരണം ക്യൂവിന്റെ വാല്യൂ 3 എടുത്ത 2Q വരുമ്പോൾ 6 കിട്ടണം. പി പ്ലസ് ആർ 6 കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസും എനിക്കില്ല. ക്യൂവിന്റെ വാല്യൂ 3യും എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കുമ്പോൾ ക്യൂവിന്റെ വാല്യൂ 5 എടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും, 2Q ഈക്വൽ 10. അപ്പൊ അത് എനിക്ക് പോസിബിൾ ആണ്. കാരണം എന്താ, ഇവിടെ ഒന്നാമത്തെ കേസ് 7 പ്ലസ് 3 ഇസ് ഈക്വൽ 10. അപ്പം ക്യൂവിന്റെ വാല്യൂ 5 എടുക്കുന്നത് ഓക്കെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു കേസ്. ഇനി എനിക്ക് അതേപോലെ 10 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇവിടെ 10 7ഉം 3യും അല്ലാതെ പിന്നെ എനിക്ക് വേറൊരു പോസിബിലിറ്റീസും ഇല്ല. 11ഉം 7ഉം ഒന്നും ആഡ് ചെയ്താൽ എനിക്ക് രണ്ടുപേരെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. ഇനി അടുത്തത് ക്യൂവിന്റെ വാല്യൂ ഞാൻ 14 എടുക്കുകയാണ്. 14 ആക്കാൻ എനിക്ക് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ്. കാരണം എന്താ, ഈ 11ഉം 3യും, അപ്പൊ അത് ഓക്കെയാണ്. അപ്പൊ 11 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 14. അപ്പൊ ക്യൂവിന്റെ വാല്യൂ എന്തെടുക്കാൻ പറ്റും? 7 ഓക്കെയാണ്. ഇനി നമ്മൾ ഫെർദർ മുമ്പോട്ട് നോക്കുമ്പോൾ ഇനി എനിക്ക് 14 ക്രിയേറ്റ് ചെയ്യാൻ വേറെ പോസിബിലിറ്റീസ് ഒന്നും ഇല്ല. ഇനി ക്യൂവിന്റെ വാല്യൂ ഞാൻ 22 എടുക്കുകയാണ്. കാരണം 11 എടുക്കുമ്പോൾ ക്യൂവിന്റെ വാല്യൂ എന്താ, 11 എടുക്കുമ്പോൾ 2Q ഈക്വൽ ടു 14, 2Q ഈക്വൽ ടു 22. 22 നോക്കുമ്പോൾ എനിക്ക് പോസിബിൾ ആണ്. കാരണം എന്താ, ഇവിടെ 17 പ്ലസ് 17 പ്ലസ് നമ്മുടെ 5 22. അപ്പം ക്യൂവിന്റെ വാല്യൂ 11 ഓക്കെയാണ്. ഒരു പോസിബിലിറ്റി കിട്ടി. ഇനി എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സിറ്റുവേഷൻ 22 വരുന്നത് എനിക്ക് 19 പ്ലസ് 3 22 ആണ്. അപ്പോഴും ക്യൂയുടെ വാല്യൂ 11 എടുക്കാൻ പറ്റും. എനിക്കിനി 22 കിട്ടാനുള്ള വേറെ ഒരു പോസിബിലിറ്റീസും ഇല്ല. പിന്നെ എനിക്ക് പോസിബിലിറ്റി ഉള്ളത് 2Q ഈക്വൽ ടു 13, അതായത് 2Q ഈക്വൽ 26. ക്യൂവിന്റെ വാല്യൂ 13 കൊടുക്കുമ്പോൾ 26 വരും. അത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് 19 പ്ലസ് 5 is equal to 26. Sorry, 19 plus 5 അല്ല, 19 plus 7. 19 plus 7 is equal to 26 ആണ്. ഓക്കെ ആണോ? നമ്മൾ എടുത്ത പോസിബിൾ പേഴ്സ് ഒക്കെ ഓക്കെ. 7 3യും 5ഉം എടുത്തു,
11ഉം 3ഉം 7ഉം എടുത്തു, 17ഉം 5ഉം 11ഉം എടുത്തു, 19ഉം 3ഉം 11ഉം എടുത്തു, 19ഉം 7ഉം അതേപോലെ ഇവിടെ 13ഉം എടുക്കുന്നു. ഇത്രയും പോസിബിൾ. ഇവിടെ ഒരാള് 2 പേഴ്സ്, ഇവിടെ 3 പേഴ്സ്, 4 പേര്, 5 പേര്. ഞാൻ 26 Q = 13 26 വരെ എടുത്തു. പിന്നെ Q = 17 എടുക്കാൻ പറ്റുമോ? Q = 17 എന്തായിരിക്കും? 34 ആയിരിക്കും. 34 നമുക്ക് ഇവിടെ എങ്ങനെ ഈ എന്താ നമുക്ക് 34 എന്ന് പറഞ്ഞാൽ നമുക്ക് 17 എന്ന് വെച്ചാൽ 70 അല്ലെ, ഏറ്റവും വലിയ ആള് 17 പ്ലസ് ഇത് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ അത് 34 എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ പിന്നെ എനിക്ക് നോക്കുമ്പം വേറെ പോസിബിൾ പേഴ്സ് ഇല്ല. പിന്നെ 19 × 2 എന്ന് പറഞ്ഞാൽ 38 ആണ്. ഏറ്റവും മാക്സിമം 36 വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇത് രണ്ടും പോസിബിൾ അല്ല. അപ്പൊ എനിക്ക് ആകെ ഒന്നെങ്കിൽ ഇത്രയും പോസിബിൾ പേഴ്സേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ 5 ഞാൻ എഴുതിയിട്ടുണ്ട്. 2Q = 10 വരുന്ന, അപ്പൊ അവിടെ 7ഉം 3ഉം ക്യൂവിന്റെ വാല്യൂ 5 എടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് പോസിബിലിറ്റി ക്യൂവിന്റെ വാല്യൂ 7 എടുക്കുന്നു, അപ്പം 14 വരുന്ന കേസ്, അതിലൊരു കേസ്. പിന്നെ ക്യൂവിന്റെ വാല്യൂ 11 എടുത്താൽ 22 വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്, 17ഉം 5ഉം വരുന്നത്, പിന്നെ അതേപോലെ 19ഉം 3ഉം വരുന്നത്. അപ്പോഴും ക്യൂവിന്റെ വാല്യൂ 22, 2Qന്റെ വാല്യൂ 22 കിട്ടും. പിന്നെ എനിക്ക് പോസിബിലിറ്റി 26, 2Qന്റെ വാല്യൂ 26 വരുന്നത്. അവിടെ എനിക്ക് എടുക്കാൻ പറ്റുന്നത് 19ഉം 7ഉം. ഓക്കെ ആണോ? ഇത്രയും 5 പോസിബിലിറ്റീസ് കാര്യം മനസ്സിലായോ? സർ ഉം. സർ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ എടുത്ത കണ്ടീഷൻ പറഞ്ഞു പി പ്ലസ് ആ ആർ ഈസ് ഇക്വൽ ടു 2Q എന്നെടുത്തിട്ട് P+R/2 ഈസ് ഇക്വൽ ടു Q എന്നെടുത്താണ് ഞാൻ ചെയ്തത്. P+R = P+R/2 ഈസ് ഇക്വൽ ടു Q Q. എന്നെടുത്താണ് ഞാൻ ആ ചെയ്തത്. ആ അപ്പം ഏതൊക്കെ പേഴ്സാ കിട്ടിയേ? ഇതല്ലാതെ വേറെ ഏതും കിട്ടിയിട്ടുണ്ടായിരുന്നോ? വേറെ ഇല്ല സർ, 5 എണ്ണമാണ് എനിക്ക് കിട്ടുന്നത് ആ ചെയ്തിട്ട്. ആ ഈ 5 ഉള്ളൂ. ഇനി നമ്മൾ എന്താ വെച്ചാൽ ആ കണ്ടുപിടിക്കണ്ടേ, ഇവിടെ പിയും ക്യൂവും ആറിന്റെയും സം എന്തൊക്കെ വരുന്ന. നമുക്ക് ഞാൻ വേറൊരു ഗ്രീൻ കളറിൽ കൊടുക്കാം. ഒന്നാമത്തെ കേസ് എടുക്കുമ്പോൾ എന്ത് സർ, വരും? അല്ല, ഡൗട്ട് ചെയ്യുന്നില്ല സർ. സർ, ആ ഇത് സാറ് ചെയ്യുന്ന രീതിക്ക് ചെയ്ത പെട്ടെന്ന് കിട്ടുമോ ഞാൻ ചെയ്ത രീതിക്ക് ചെയ്ത പെട്ടെന്ന് കിട്ടുമോ? ഏത് രീതിയാണ് ഫാസ്റ്റ്? അല്ല, നമ്മൾ രണ്ടും എറർ സെയിം എറർ കുറച്ച് ഇതിലല്ലേ. കുറവുള്ളത് സാറിന്റെ മെത്തേഡാണോ? ക്ലിയർ ആയില്ല, ലാസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആയില്ല. അല്ല സർ, ഒന്നുകൂടി. എറർ കുറവുള്ളത് സാറിന്റെ മെത്തേഡാണോ? അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ച, പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് P+R = 2Q ആകുമ്പോൾ നമുക്ക് R/2 എന്നുള്ള സാധനം, ആ വെറുതെ നമ്മൾ ആ സ്റ്റെപ്പ് ആവശ്യമില്ലല്ലോ, ആ ഡിവിഷൻ എന്നുള്ള. പക്ഷെ ഞാൻ സാറിന്റെ ഇത് ചെയ്തത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. P+R=2 × Q എന്ന് വന്നപ്പോ നമ്മളിവിടെ അതാണ്. ചെയ്യുന്ന വെച്ചാല് ആദ്യം നമ്മൾ 2Q ആണ്. 2Qന് എന്തൊക്കെ വാല്യൂസ് വരുന്ന പോസിബിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2Q വരുമ്പം ഇവിടെ എന്താ 4 വരാം. ഞാൻ ഈ ഓരോന്നിനും മുകളിൽ എഴുതാം. 4 വരാം, 6 വരാം, 10 വരാം, 14 വരാം, 22 വരാം, 26 വരാം, 34 വരാം, 38 വരാം. അപ്പൊ ആ വാല്യൂസ് എങ്ങനെ ക്രിയേറ്റ്, അപ്പൊ അതാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്. അപ്പം ഓക്കെ സർ, ഓക്കെ. ആ അപ്പം 4 കിട്ടാൻ ചാൻസ് ഇല്ല, 6 കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷെ 10 കിട്ടും. ഓക്കെ. അതായത് 14 കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷെ 22 കിട്ടും. അപ്പൊ അങ്ങനെ അങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. 14ഉം കിട്ടും, സോറി 14ഉം കിട്ടും. അങ്ങനെ 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 പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം ആ ഓക്കെ ആ സർ, ഓക്കെ. ആ അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ഈ എക്സ്ട്രാ കാൽക്കുലേഷൻ ഒഴിവാകൂല്ലേ ഡിവിഷൻ ആ ചെയ്യുന്നത് ആ കാൽക്കുലേഷൻ പാർട്ട്? വെറുതെ by 2 എടുക്കുന്നതിന്റെ കാൽക്കുലേഷൻ ഒഴിവാകും. ഓക്കെ സർ, ഓക്കെ സർ, ഓക്കെ. ഇനി നമുക്ക് ഇവിടെ താങ്ക് യു. നോക്കുമ്പോൾ P+Q+Rന്റെ വാല്യൂ നമുക്ക് 15 ഒരു വട്ടം കിട്ടി. കാരണം 7ഉം 3ഉം 5ഉം എടുത്തപ്പോൾ 15. P+Q+Rന് ഏതൊക്കെ വാല്യൂസ് വരാൻ പറ്റുമായിരുന്നു നോക്കണേ. 15 വരാം ഈ ഫസ്റ്റ് കേസിൽ. പിന്നെ സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ 11ഉം 13ഉം 7ഉം. അപ്പം ഇവിടെ എനിക്ക് 21 വരാം ഒരു പോസിബിലിറ്റി. മറ്റൊരു പോസിബിലിറ്റി 21 വരാം ഈ കേസ് എടുക്കുമ്പോൾ. ഇനി ഇതെടുക്കുമ്പോൾ തേർഡ് കേസ് എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്താ 17+5 22, 22+11 33 വരാം. ഇവിടെ 33 എന്നൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ അടുത്ത കേസ് എടുക്കുമ്പോൾ 22+11 എഗെയിൻ എന്താ വീണ്ടും 33 എന്നൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 9+7 26ഉം പിന്നെ ഒരു 13ഉം കൂടി വരുമ്പോൾ
നമുക്ക് 39 എന്നൊരു വാല്യൂ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് 15 കിട്ടാം, 21 കിട്ടാം, 33 കിട്ടാം, എഗെയിൻ 33 കിട്ടാം, 39 കിട്ടാം. പക്ഷെ രണ്ട് വട്ടം ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് എത്ര വാല്യൂസ് വരും എന്നാ പറഞ്ഞത്. അപ്പം രണ്ട് വട്ടം 33 ഉള്ളത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം 15, 21, 33, 39 നാല് വാല്യൂസ് ആണ് എടുക്കാൻ പറ്റുക. നാല് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആണ് നമുക്ക് ഇവര് പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ പോസിബിൾ ആവുക. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നത്. പക്ഷെ ഇവര് പറഞ്ഞ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ, ഒരു മിനിറ്റ്, ഹലോ. അപ്പം നമുക്ക് UPSC കൊടുത്ത ആൻസർ മോർ ദാൻ ഡി എന്നാണ്. പക്ഷെ അതിൽ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ആ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മെത്തേഡ് മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, 6 കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ 9 നോക്കിയേ. 9 ജസ്റ്റ് ഒരു ആവറേജിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഒന്ന് നോക്കിയേ. 9 2 മിനിറ്റ്സ് എടുക്കുക. 9 ഒന്ന് നോക്കുക. ഓക്കെ,
സോ ഇവിടെ കൊടുത്തുള്ള ഇൻഫോർമേഷൻ നോക്കാം. ഇവിടെ ഇതിലും കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ടീം എക്സ് സ്കോർഡ് n റൺസ് ഇൻ 20 ഓവേഴ്സ്. അപ്പൊ നമുക്ക് എക്സ് എന്ന ടീം എക്സിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവര് എക്സ് റൺ എന്താ എൻ റൺസ് ആണ്. അപ്പൊ അവരുടെ ആവറേജ് പറഞ്ഞാൽ n/20 ആയിരിക്കും എക്സ് പറഞ്ഞ ടീമിന്റെ. ഇനി അടുത്ത കേസ് നമുക്ക് തന്നെ വൈ പറഞ്ഞ ടീം വൈ ടൈഡ്. ഇപ്പൊ നമ്മളൊരു എക്സാം അല്ല, ഒരു സ്പോർട്സ് മാച്ച് നോക്കുമ്പോൾ, ക്രിക്കറ്റിന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് പറഞ്ഞ ടീം 100 അവർ സ്കോർ ചെയ്ത റണ്ണെങ്കിൽ അവരെ ചേസ് ചെയ്തുകൊണ്ടും ബാറ്റ് ചെയ്യുന്ന ടീമിന് ജയിക്കണമെങ്കിൽ 101 വേണ്ടി വരും. പക്ഷെ ടൈ ചെയ്ത സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ 100 തന്നെ. വൈ പറഞ്ഞ ടീം ടൈ ചെയ്ത സ്കോർ എന്ന് പറഞ്ഞാൽ 100 ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ടീം വൈ ടൈഡ് ദ സ്കോർ ഇൻ 10% ലെസ് ഓവേഴ്സ്. അപ്പം എക്സ് പറഞ്ഞ ടീം റൺസ് 20 ഓവേഴ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെക്കാളും 10% ലെസ് എന്ന് പറഞ്ഞാൽ 20യുടെ 10% ലെസ് എന്ന് പറഞ്ഞാൽ 18 ഓവേഴ്സിലാണ്. അപ്പൊ വൈ പറഞ്ഞ ടീം ഈ റൺസ് എന്താണ് 18 ഓവേഴ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയുന്നുണ്ട് നമുക്ക് പിന്നെ ഇപ്പം ഇവിടെ റൺ റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പം യൂഷ്വലി നമ്മളിപ്പം ഒരു ഫസ്റ്റ് ടീമിന്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ എത്ര റൺ സ്കോർ ചെയ്യുന്നുണ്ട്, റൺസ് പെർ ഓവർ ആണ്. അപ്പൊ നമ്മളിപ്പോ രണ്ട് രീതിയിൽ റൺ റേറ്റ്സ് പറയും. ഇപ്പൊ നമ്മളൊരു ടീം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് വെച്ച് റൺ റേറ്റ് പറയും. അതല്ലാതെ ഇപ്പം ഒരു 100 120 ആണ് ഒരു ടീം സ്കോർ ചെയ്ത്, 121 ആണ് മറ്റൊരു എന്താണ് നമുക്ക് ചേസ് ചെയ്യുന്ന ടീം വേണമെങ്കിൽ ഓരോ ഓവറിലും എത്ര റണ്ണ് അവർ സ്കോർ ചെയ്യണം എന്നാൽ അവർക്ക് ഈസിലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊക്കെ അവർ റൺ റേറ്റ് ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാല് വൈ പറഞ്ഞ ടീം 18 ഓവേഴ്സിൽ പറഞ്ഞ റണ്ണ് സ്കോർ ചെയ്തു. ഇനി പക്ഷെ അവരുടെ ബാറ്റിംഗിന്റെ റൺ റേറ്റ് നോർമൽ ഉള്ള സിറ്റുവേഷനെക്കാളും 50% ഹയർ ആണെങ്കിൽ അവരത് 12 ഓവേഴ്സിൽ കവർ ചെയ്യും എന്ന് പറഞ്ഞ റണ്ണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എക്സ് പറഞ്ഞ ടീം സ്കോർ ചെയ്ത പറഞ്ഞ റണ്ണ് എത്രയാണെന്നാണ് കണ്ടീഷൻ. ഓക്കെ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. സാർ ഒന്നുകൂടെ ഒന്ന് പറയൂ. ഒരു മിനിറ്റ് പറയാം. ഓക്കെ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം വെച്ചാല് ടീം എക്സ് റൺസ് സ്കോർ ചെയ്തു 20 ഓവറിൽ. അപ്പം അതേ റൺസ് വൈ പറഞ്ഞ ടീം അത് ആ 20 ഓവേഴ്സിനെക്കാളും 10% ലെസ് എന്ന് പറഞ്ഞല്ല. 20 ഓവേഴ്സിന് 10% എന്താ 2 ആണ്. അപ്പൊ 10% ലെസ് എന്ന് പറയുമ്പോൾ 20 ഓവേഴ്സിന് 2 സബ്ട്രാക്ട് ചെയ്ത 18 ഓവേഴ്സിൽ വൈ പറഞ്ഞ ടീം സ്കോർ ചെയ്തു. 18 ഓവറിൽ പറഞ്ഞ റണ്ണ് സ്കോർ ചെയ്തു. ഇനി വൈ പറഞ്ഞ ടീം ഈ 18 ഓവറിൽ സ്കോർ ചെയ്യുമ്പോൾ അവരുടെ ആവറേജ് റൺ റേറ്റ് ഉണ്ടാവും. ആ റൺ റേറ്റിനെക്കാളും 50% ഹയർ ആയിരുന്നു എങ്കിൽ ഈ പറഞ്ഞ റണ്ണ് വൈ പറഞ്ഞ ടീം 12 ഓവറിൽ സ്കോർ ചെയ്യുമായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇതുവരെ പറഞ്ഞത് ഓക്കെയാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ആ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് 2-3 രീതി ചെയ്യാം. അപ്പൊ നമുക്ക് n/20 എഴുതി. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞ കേസ് എടുക്കുമ്പോൾ ഇവർക്ക് n/18 പ്ലസ് നമുക്ക് അതിനെക്കാളും 50% ഹയർ ആവുമ്പം നമുക്ക് എഴുതാൻ പറ്റും n/18 ആണ്. ഇവര് ഇതിനേക്കാൾ ഇപ്പം നോർമലിനെക്കാളും 50% ഹയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ കാണിക്കാൻ പറ്റും. ഇപ്പൊ എന്താ n/18 വൈ പറഞ്ഞ ടീമിന്റെ ആവറേജ് റൺ റേറ്റ് നമുക്ക് എന്താ n/18നെക്കാളും 50% മോർ എന്ന് പറയുമ്പോൾ 150/100 ആയിരുന്നെങ്കിൽ ഇൻറ്റു 12 ആയിരുന്നെങ്കിൽ അങ്ങനെ അത്രയും റൺ റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്ന് പറഞ്ഞ റണ്ണ് സ്കോർ ചെയ്യുമായിരുന്നു. ഓക്കെ ആണോ? റെഡി ആണോ?
n/18 ആയിരുന്നു അവിടെ റൺ റേറ്റ്. അതിനേക്കാളും 50% മോർ ഇൻറ്റു 150/100 അങ്ങനത്തേതായിരുന്നെങ്കിൽ ഇൻറ്റു 12 ചെയ്തിരുന്നെങ്കിൽ അവർ n റണ്ണ് സ്കോർ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. ഇവിടെ നമ്മൾ ഈ ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ എഴുതി വെച്ച ഒരു കാര്യം, ഇത് നമ്മൾ അല്ലാണ്ട് ഒരു കാര്യം കൂടി നോക്കുകയാണ്. നമുക്കിപ്പം ഈ ഓപ്ഷൻസിൽ കൊടുത്തത് എന്താ, എല്ലാം എന്നിന്റെ വാല്യൂസ് ആണ്. ഈ എന്നിന്റെ എല്ലാ വാല്യൂസും ഇട്ട് കൊടുക്കുമ്പോഴും നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഇവിടെ 72 ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓപ്ഷൻസിൽ തന്നിട്ടുള്ള വാല്യൂ നോക്കാം. എന്നിന്റെ വാല്യൂ 72 ആണ്. അപ്പം 72 എന്ന് പറഞ്ഞ റണ്ണ് ഇവർക്ക് ഓക്കെ 72 നമുക്ക് എക്സ് പറഞ്ഞ ടീം 72/20 അവർ ആവറേജ് സ്കോർ ആവറേജ് റൺ റേറ്റ് വരിക 72/20 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ കട്ട് ചെയ്യുമ്പം 72-ൽ 20 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 10 വരും. ഇവിടെ എനിക്ക് 3 വരും, 36 വരും. ഇനി എനിക്ക് ഇതിന്റെ കാര്യം 36/2. ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടി. n/20 കിട്ടി, n/18 കിട്ടി. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്ന ഈ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കട്ടായി പോയി. n ഒരിക്കലും തന്ന കണ്ടീഷൻ വെച്ച് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു, ഈ തന്ന കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ n നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം ആ ക്വസ്റ്റ്യനിൽ. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. സിമ്പിളായി പറയുമ്പോൾ നമുക്ക് തന്ന കണ്ടീഷൻസ് വെച്ച് നമ്മൾ എന്നിനെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിസ്റ്റിങ് വാല്യൂ കിട്ടില്ല. നമുക്ക് ബാക്കി ആ പറഞ്ഞ കണ്ടീഷൻസ് കുറെ വാല്യൂസ് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നിന്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് ആ ക്വസ്റ്റ്യനിൽ. അപ്പൊ അതുകൊണ്ടാണ് ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഫൈനൽ ആൻസറിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയും ഡി വിൽ ബി ദി ആൻസർ. ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ആ ടീം എക്സ് സ്കോർ ചെയ്ത സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ? സാർ ആ ലാസ്റ്റ് പറഞ്ഞ ഒരു കണ്ടീഷനില്ലേ, മറ്റേ n+n/18 ഇൻറ്റു 150/100 ഇൻറ്റു 120, അതൊന്ന് പറയാം. ഒന്നൂടെ പറയും. ഒന്നൂടെ പറയും. ക്ലിയർ ആയി? ഒരു മിനിറ്റ്. സാർ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഇല്ലായിരുന്നു, മറ്റേ n/18 ഇൻറ്റു 150 ഇൻറ്റു 120 ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ടുള്ള. ഹലോ, കേൾക്കാമോ ആ പറഞ്ഞു. സാർ? n/18 ഇൻറ്റു 150 ഇൻറ്റു 120 ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നു ലാസ്റ്റ്. ആ, അതായത് അവിടെ n/18 ആണ് y പറഞ്ഞ ടീമിന്റെ ആവറേജ് റൺ ഓരോ ഓവറിലും. ഓക്കെ കാരണം അവർ 18 ഓവറിൽ സ്കോർ ചെയ്തു. അതിന്റെക്കാളും 50% മോർ, എന്താ അവർ റൺ റേറ്റും 50% മോർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇൻറ്റു 50% മോർ അല്ലേ. അപ്പൊ എന്താ 150/100. ഓക്കെ അങ്ങനെ അവര് 12 ഓവർ അവര് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് n എന്ന കാര്യം സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഓക്കെ സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇതാണ് നമുക്ക് ആകെയുള്ള ഇൻഫോർമേഷൻ. ഇത് വെച്ചിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്ത് പോവാൻ. സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്നും ക്യാൻസൽ, നമുക്ക് എന്നിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാൻസൽ ഔട്ട് ആയി പോകും, കാരണം രണ്ടിൽ ന്യൂമറേറ്റർ ആണ്. ഈക്വൽ ടു എന്നൊരു ആൻസർ കിട്ടില്ല. സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട്. അതാണ് ഒരു പ്രശ്നം. ഇനി നമ്മൾ വേറൊരു, അതുകൊണ്ട് ഇത് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, അതുകൂടി ശ്രദ്ധിക്കാം. ഇപ്പം ഇവിടെ തന്നിട്ടുള്ളത് നമ്മൾ ഈ ഓപ്ഷൻസിലൂടെ പോകാന്ന് വിചാരിച്ചോ. ഓപ്ഷൻസിലൂടെ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇവിടെ നോക്കിയേ, ഇപ്പൊ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ എടുക്കാണ്. ഇപ്പം ഇവിടെ ഇപ്പൊ ഓപ്ഷൻ എന്നിന്റെ വാല്യൂ 72 ആണെന്ന് വിചാരിച്ചോ. അപ്പം അത് നമ്മുടെ എക്സ് പറഞ്ഞ ടീം 20 ഓവേഴ്സ് കൊണ്ടാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വൈ പറഞ്ഞ ടീം
ഈ 70 to 18 ഓവേഴ്സ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ നമുക്ക് എന്താ റൺ റേറ്റ് കിട്ടും. അതായത് എന്താ നമുക്കിപ്പം 72/18 എന്ന് പറയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പം ഇവിടെ എന്ത് വരും 8 സോറി ഇവിടെ 9 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2 വരും, ഇവിടെ 8 വരും. ഒരു ഓവറിൽ 4 റൺസ് ആണ് ആര് സ്കോർ ചെയ്തിട്ടുള്ളത്? വൈ പറഞ്ഞ ടീം. 72 ആണ് അവര് 18 ഓവറിൽ അച്ചീവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരെന്ത് ചെയ്യും? എന്താണ് ഒരു ഓവറിൽ 4 റൺസ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒരു ആവറേജ് റൺ റേറ്റ് എന്താ 4 ആണ്. ഇതിന്റെ 50% ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആയിരിക്കും ആവറേജ് റൺ റേറ്റ്. 72/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 ആൻസർ കിട്ടും. അവര് റൺ റേറ്റ് 50% ഹയർ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? 12 ഓവേഴ്സിൽ 72 സ്കോർ ചെയ്യുന്നതാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ ആവുന്നുണ്ടോ ഇതുവരെ പറഞ്ഞത്? അത് ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 72 ആണ് ടോട്ടൽ സ്കോർ എങ്കിൽ വൈ പറഞ്ഞ ടീം 18 ഓവേഴ്സിൽ അത് അച്ചീവ് ചെയ്തു. അപ്പൊ അവർ ആവറേജ് റൺ റേറ്റ് എന്താ 4 ആണ്. അതിന്റെക്കാളും നമ്മൾ 50% ഹയർ ആക്കി എടുക്കുമ്പോൾ അതേ സ്കോർ 12 എടുക്കും. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഓപ്ഷനിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ കിട്ടും. 12 ഓവേഴ്സിൽ റൺ റേറ്റ് കൂട്ടുമ്പോൾ ഞാൻ അതുകൂടി കാണിച്ചു തരാം. 144/18 ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ കേസിൽ വൈക്ക് എന്താ ഇത് എഗെയിൻ നമുക്ക് എന്താ കട്ട് ചെയ്യുമ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്യാം. സോ ഇവിടെ 9 വരും, ഇവിടെ 72 വരും. എഗെയിൻ എന്ത് വരും? ഇവിടെ 8 ആണ് വൈ പറഞ്ഞ ടീമിന്റെ ഇപ്പോഴത്തെ ആവറേജ് നോർമൽ സിറ്റുവേഷനിൽ. ഇനി ഇതിന്റെക്കാളും എന്താണ് 50% റൺ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ 12 ആവും അവരുടെ ആവറേജ് റൺ റേറ്റ്. സോ 144/12 ചെയ്യുമ്പോൾ എന്താ 12 ഓവേഴ്സിൽ അവർ അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്കോർ കൊടുത്തപ്പോഴും സെയിം ഇവർ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? രണ്ട് കേസിലും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അത് എന്തുകൊണ്ട് വെച്ചാൽ ഇനി നമ്മൾ 216 എടുത്താലും സാറ്റിസ്ഫൈ ആവും. കാരണം എന്താ വെച്ചാൽ തന്ന വാല്യൂ 72 ആയാലും 144 ആയാലും 216 ആയാലും എല്ലാം 72ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 72 into 2 ആണ് 144. 72 into 3 ആണ് എന്താണ് 216. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതിൽ ഏത് വാല്യൂസ് കൊടുത്താലും ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നമുക്ക് ഇതിൽ ഏതാണെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അത് ഇതായിരുന്നു എന്ത് ഫസ്റ്റ് ടീം എക്സ് സ്കോർ ചെയ്ത റണ്ണെന്ന് കൺഫേം ആയിട്ട് പറയാനുള്ള ഇൻഫോർമേഷൻ ഇവിടെ ഇല്ല. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു. അതല്ലാതെ നമ്മൾ ഇവർ പറഞ്ഞ കണ്ടീഷൻസ് വെച്ച് ചെയ്യുമ്പോഴും കിട്ടില്ല. റെഡി ആവുന്നുണ്ടോ? കാരണം ഇതെല്ലാം ഇതിന് മൾട്ടിപ്പിൾസ് ആണ്. എല്ലാത്തിലും അവർ പറഞ്ഞ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. പക്ഷെ ഇതന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റീസും അവിടെ ഇല്ല. അതുകൊണ്ടാണ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആവുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ നിങ്ങളെ കൺവേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ആണ്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിങ്ങിലാണ് ഇതിലെ 2025 മിക്ക ക്വസ്റ്റ്യൻസ് ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ UPSC അവര് ഒരു ക്ലാരിറ്റി അവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരിപ്പോ ചില ക്വസ്റ്റ്യൻസിൽ എന്തുകൊണ്ട് D വന്നു, എറേഴ്സ് ഉണ്ട്, എറേഴ്സ് അവർ റെക്ടിഫൈ ചെയ്തിട്ടുമില്ല. ഓക്കെ, ഇനി നമുക്ക് 9 കഴിഞ്ഞ 25 നോക്കാം. ഓക്കെ, പറഞ്ഞിട്ടുള്ളത് കൺസിഡർ ദി ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ഹൗ മെനി ഓഫ് ദം ആർ നോട്ട് ഡിവിസിബിൾ ബൈ എനി ഓഫ് 2, 3, 5, 7 and 9. ഇവരെ കൊണ്ടൊന്നും ഡിവിസിബിൾ ആവാത്ത എത്ര ഫസ്റ്റത്തെ 100 നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര പേരുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മൾ 2നെ കൊണ്ട് ഡിവിസിബിൾ ആകാത്ത 1 to 100 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്താ 2 ആണ്. 50 പേര് അതിൽ എന്തായിരിക്കും 50 പേര് 2നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അടുത്ത 50 പേര് എന്താ 2നെ കൊണ്ട് ഡിവിസിബിൾ ആവാത്തവരായിരിക്കും. ഇപ്പൊ 2നെ കൊണ്ട് ഡിവിസിബിൾ ആവാത്ത 50 പേരൊന്ന് എഴുതുക. അതായത് ഓഡ് നമ്പേഴ്സിനൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്താ നമ്മള് 1, 3, 5, 7, 9 അതേപോലെ
11, 13, 15, 17, 19, പിന്നെ 21, 23, 25, 27, 29, പിന്നെ 31, 33, 35, 37, 39, പിന്നെ 41, 43, 45, 47, 49, പിന്നെ 51, 53, 55, 57, 59, 61, 63, 65, 67, 69, പിന്നെ 71, 73, 75, 77, 79, 81, 83, 85, 87, 89, 91, 93, 95, 97, 99. ഇത്രയും പേരെ എഴുതി. നമുക്ക് വെൻ ഡയഗ്രം വെച്ച് ചെയ്യാം, പക്ഷെ അതിനെക്കാളും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യമാണ്. ഇതില് ഇപ്പം 2നെ കൊണ്ടും 3നെ കൊണ്ടും 5നെ കൊണ്ടും ഡിവിസിബിൾ ആവാത്തവരെ വേണം. സോ ഡിവിസിബിൾ ആവുന്ന നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് വീണ്ടും എലിമിനേറ്റ് ചെയ്യാം. സോ 2നെ കൊണ്ടും 3നെ കൊണ്ടും 5നെ കൊണ്ടും 7നെ കൊണ്ടും 9നെ കൊണ്ടും ആവാൻ പാടില്ല. 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. 5 വരില്ല, 7 വരില്ല, 9 വരില്ല. 11, 13 ഉണ്ടാവും, 15 ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവും. 21 ഉണ്ടാവില്ല, 25 ഉണ്ടാവില്ല, 27 ഉണ്ടാവില്ല, 29 ആണ്. ഇവിടെ 33 ഉണ്ടാവില്ല, 37, 35 ഉണ്ടാവില്ല, 39 ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ 41 ഉണ്ടാവും, 43 ഉണ്ടാവും, 45 ഉണ്ടാവില്ല, 49 ഉണ്ടാവില്ല, 51 ഉണ്ടാവില്ല, 53 ഉണ്ടാവും, 55 ഉണ്ടാവില്ല, 57 ഉണ്ടാവും, 59 ഉണ്ടാവും, 61 ഉണ്ടാവില്ല, 61 ഉണ്ടാവും, 63 ഉണ്ടാവില്ല, 65 ഉണ്ടാവില്ല, 69 ഉണ്ടാവില്ല. അതേപോലെ 71, 73 ആണ്. 71 ഉണ്ടാവും, 73 ഉണ്ടാവും, 75 ഉണ്ടാവില്ല, 77 ഉണ്ടാവില്ല, 81 ഉണ്ടാവില്ല, 83 ഉണ്ടാവും, 85 ഉണ്ടാവില്ല, പിന്നെ 87 ഉണ്ടാവും, 87 ഉണ്ടാവില്ല, 89 ഉണ്ടാവും, 91 ഉണ്ടാവില്ല, 93 ഉണ്ടാവില്ല, 95 ഉണ്ടാവില്ല, 99 ഉണ്ടാവും. ഇത്രയും ഉണ്ടാവില്ല. ഇത്രയും ആളുകളുണ്ട്. ഓക്കെ ആണോ? സാർ ഇത് ടു കൊണ്ട് ഡിവിസിബിൾ ആവാത്ത 41ഉം 43യും ഇല്ലേ? അല്ല, ഞാൻ ഡിവിസിബിള് ആവാത്തവരാണ് ഇത്. 41ഉം 43യും 2നെ കൊണ്ടും 3നെ കൊണ്ടും 5നെ കൊണ്ടും 7നെ കൊണ്ടും 9നെ കൊണ്ടും ഡിവിസിബിൾ ആവരുത്. 41ഉം 43യും ഇതിൽ ആരെ കൊണ്ടും ഡിവിസിബിൾ അല്ലല്ലോ. ഓക്കെ ഓക്കെ, ഓക്കെ. പിന്നെ നമുക്ക് ഇത് ഞാൻ ആദ്യം ഓഡ് നമ്പേഴ്സിന് എഴുതി, എന്നിട്ട് ഡിവിസിബിൾ ആവാത്തവരെ ഡിവിസിബിൾ ആവുന്നവരെല്ലാവരും റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ കേസിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഈ ഇപ്പൊ റിമൂവ് ചെയ്ത ആൾക്കാർ ഡിവിസിബിൾ ആവുന്നവരാണ്. ഡിവിസിബിൾ ആവാത്തവർ വരുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 57 ഉണ്ടാവില്ല കേട്ടോ. 57 ഉണ്ടാവില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. 57 ഉണ്ടാവില്ല. 57 ഡിവിസിബിൾ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, so 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. 22 പേരാണ് 1 to 100ൽ ഡിവിസിബിൾ ആവാത്തവർ. ഓക്കെ ആണോ? ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഇപ്പോ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 500 നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അതാ പറഞ്ഞത്, നമുക്ക് 500 നാച്ചുറൽ നമ്പേഴ്സ് ആവുമ്പം അത് നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ ഇത് 2 മെത്തേഡ്സ് ഉണ്ട്. നമ്മളിത് വെൻ ഡയഗ്രം പറഞ്ഞ പോർഷൻസ് എടുത്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ നമ്മളിവിടെ ചെയ്ത കാര്യം എന്താ, ഇതേ കോൺസെപ്റ്റ് വെൻ ഡയഗ്രത്തിലൂടെ കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പം 1 to 100 വരുമ്പോൾ 100 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഈ 100 നാച്ചുറൽ നമ്പേഴ്സിൽ ഈ ഒരു കാറ്റഗറിയിൽ എടുക്കുമ്പോൾ ഈ 100 നമ്പേഴ്സ് എങ്ങനെയാ ഈ ഒരു കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ 100 എണ്ണത്തിൽ ഈ 100 എങ്ങനെ ഫോം വരുന്നത്? 2, 3, 5, 7, 9 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു പ്ലസ്
2, 3, 5, 7, 9 കൊണ്ട് ഡിവിസിബിൾ ആവാത്തവരെ നമ്മൾ ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഈ 100 നാച്ചുറൽ നമ്പേഴ്സ് ആവുന്നത്. ഓക്കെ ആണോ? ഡിവിസിബിൾ ആവുന്നവരും ഡിവിസിബിൾ യെസ് സർ. ആവാത്തവരുടെയും സം എടുക്കുമ്പോഴാണ് 100 പേരാവുന്നത്. ഓക്കെ, ടോട്ടൽ 100 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഡിവിസിബിൾ ആവുന്നവരും ഡിവിസിബിൾ ആവാത്തവരും സം എടുത്താൽ 100 നമ്പേഴ്സ് കിട്ടും. അങ്ങനെയാണ് കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 100 ഡിവിസിബിൾ ആവാത്തവരെ ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 100-ൽ നിന്ന് ഡിവിസിബിൾ ആവുന്നവരെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിവിസിബിൾ ആവാത്തവരുടെ കൗണ്ട് കിട്ടി. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ക്ലിയർ ആയോ? റെഡിയാണോ? ഓക്കെ സർ. ആ, ഇനി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിത് വെൻ ഡയഗ്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2, 3, 5 കൊണ്ട് ഡിവിസിബിൾ ആവാത്തവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെൻ ഡയഗ്രം വരച്ചിട്ട് 2 കൊണ്ട്, ഇപ്പം ഏതാണെങ്കിലും 1 to 100 ആണെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന 50 നമ്പേഴ്സ് ഉണ്ടാവും. 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന 33 നമ്പേഴ്സ് ഉണ്ടാവും. 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്നത് 20 നമ്പേഴ്സ് ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 100-ൽ എത്ര 2 കൊണ്ട് ഡിവിസിബിൾ ആണ്? 100 ഡിവൈഡ് ബൈ 2, 50 നമ്പേഴ്സ്. പിന്നെ എന്ത് ചെയ്യണം? 2 കൊണ്ടും 3 കൊണ്ടും, സോ 100 ഡിവൈഡ് ബൈ 6. അതിൽ എത്ര? അപ്പൊ നമ്മൾ ആ വെൻ ഡയഗ്രംസ് വരയ്ക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ ആ വെൻ ഡയഗ്രം വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ 2-ക്കും 3-ക്കും 5-ഉം 7-ഉം 9-ഉം ഇത്രയും കാര്യത്തിന് വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് 5 സർക്കിൾസ് ഉള്ള വെൻ ഡയഗ്രം, അത് കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ, പിന്നെ അവരുടെ എല്ലാ കോമ്പിനേഷൻസും നോക്കണം. അപ്പൊ അത് കോംപ്ലിക്കേറ്റഡ് ആവും എന്ന രീതിയിലുള്ളത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ വരയ്ക്കാതിരുന്നത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ ആ വെൻ ഡയഗ്രം വെച്ച് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യാം. പക്ഷെ നമുക്ക് ഹയർ നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ വെൻ ഡയഗ്രം വരച്ച് തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സർ. ഇതല്ലാതെ നമുക്ക് വേറെ മെത്തേഡ് ഒന്നും ഇല്ലല്ലേ ഈസി ആയിട്ട് ചെയ്യാൻ? വെൻ ഡയഗ്രാമും കൗണ്ടിങ് മാത്രമേ ഉള്ളൂ അല്ലേ? വെൻ ഡയഗ്രം അല്ലെങ്കിൽ കൗണ്ടിങ് ആണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ്സ്. ഇതല്ലാതെ നമുക്ക് കാരണം നമുക്ക് ഡിവിസിബിൾ ആവുന്നവരെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എത്ര പേരുണ്ട് എന്നുള്ളത്. ഓക്കെ, നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആ വെൻ ഡയഗ്രം മാർക്ക് ചെയ്തില്ലെങ്കിലും 2-നും 3-നെ കൊണ്ടും 5-നെ കൊണ്ടും ഡിവിസിബിൾ ആവുന്നവര്, മീൻസ് 2-നെ കൊണ്ടും 3-നെ കൊണ്ടും അങ്ങനെ അങ്ങനെ നോക്കി പോയാൽ മതി. അല്ലാണ്ട് ഡയഗ്രമാറ്റിക് വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഡിവിസിബിൾ ആവുന്നവരുടെ കൗണ്ട് കിട്ടുക, അത് ടോട്ടൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക, അതാണ് പരിപാടി. ഓക്കെ, ക്ലിയർ? പക്ഷെ നമുക്ക് അത്രയും ഹയർ ഓർഡർ അവർ ചോദിക്കില്ല. നമുക്കിപ്പം അതുകൊണ്ടാണ് അത് അത്രയും ഡിഫിക്കൽട്ട് ആവും എന്നുള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്ത് 1 to 100. അപ്പൊ ഒന്നുമില്ല, അതിന് നമുക്ക് എന്ത് ചെയ്യാം? വെൻ ഡയഗ്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവിസിബിൾ, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഡിവിസിബിൾ ആയിട്ടുള്ളത് 2-നെ കൊണ്ടാണ്. കാരണം പകുതി നമ്പേഴ്സ് 2-നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ആ പകുതി നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം മാറ്റാം. 3-നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം. പക്ഷെ അത് ഞാൻ ഇനീഷ്യലി മാറ്റാതിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ മാറ്റി ഏതൊക്കെ മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റാതിരുന്നത്. ഇപ്പൊ 2-നെ കൊണ്ട് ഡിവിസിബിൾ ആവാത്തവരെല്ലാം എഴുതി, പിന്നെ ഞാൻ എല്ലാവരെയും റിമൂവ് ചെയ്ത് പോയി. പിന്നെ നമ്മളിത് പ്രൈം നമ്പേഴ്സ് എഴുതിയാലും പോസിബിൾ എന്താ 1 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ അല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ആലോചിച്ചാലും കിട്ടും. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഇപ്പം 2-ഉം 3-യും 5-ഉം 7-ഉം അല്ല 9-നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്താ ആ രീതിയിൽ പറഞ്ഞത്. റെഡിയാണോ? ക്ലിയർ ആണോ? അടുത്ത നമുക്ക് 35 നോക്കാം. ഒരു മിനിറ്റ്. തേർട്ടി ഫൈവ് ഒന്ന് ചെയ്ത് നോക്കി. 2 മിനിറ്റ്സ് എടുക്കുക, അവൻ ചെയ്ത് നോക്കി.
സോ 35 നോക്കാം. സോ 35 കൊടുത്തിട്ടുള്ളത് what is the maximum value of n such that 7 into 343 into 385 into 1000 into 2401 into triple 5 times 7 is divisible by 35 raised to n. സോ ഇവിടെ നോക്കുമ്പോൾ ഈ 35 raised to n കൊണ്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 7 into 343 into 385 into അതേപോലെ 1000 into അതേപോലെ 2401 into 777 ഡിവൈഡ് ബൈ 35നെ ഒരു 35 എണ്ണം എന്താ 7 into 5 എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഇവിടെ ന്യൂമറേറ്ററിൽ നോക്കുമ്പോൾ 7 ഉണ്ട്, 343 എന്ന 7³ ആണ്. പിന്നെ നമുക്ക് 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അതേപോലെ എഗെയിൻ 7⁴ ആണ് 2401. അപ്പൊ 7നെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇവിടെ 35 raised to n എഴുതുമ്പോൾ 35 raised to നമുക്ക് എന്താ 7 ഒത്തിരി ഉണ്ടായിട്ട് കാര്യമില്ല. റിമൈൻഡർ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ 35 ഇപ്പം ഒരു 35 എന്ന് പറഞ്ഞാൽ അത്രത്തോളം 5 ഉണ്ടാവും. ആ 5നെ കൊണ്ടും ഡിവിസിബിൾ ആവുന്ന എത്ര പേര് വേണം? അപ്പൊ 5നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഇവിടെ ഒരാളുണ്ട്. 385 അവിടെ ഒരു 5 ഉണ്ട്. പിന്നെ 385 എന്ന് പറഞ്ഞാൽ നമുക്ക് 385നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 385 മാത്രമാണ് അവിടെ ഒരു 5. 385നെ നമുക്ക് എഴുതുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 7 കിട്ടും. അപ്പം 7 ഉണ്ട്. പിന്നെ ബാക്കി 35 77 into 5 ആണ് 385 വരിക. അപ്പൊ അവിടെ ഒരു 5ഉം പിന്നെ ഈ 1000 നോക്കുമ്പോൾ 10 into 10 into 10 ഇവിടെ 5 into 2 5 into 2 5 into 2 ഇവിടെ. അപ്പൊ എന്താ മൊത്തത്തിൽ ന്യൂമറേറ്ററിൽ 7 ഒത്തിരി ഉണ്ട്. പക്ഷെ ന്യൂമറേറ്ററിൽ 5 ആകെ 4 ടൈംസേ ഉള്ളൂ. അപ്പൊ നമ്മള് 35നെ എത്ര പവർ കൊടുത്താൽ അതനുസരിച്ച് ഡിനോമിനേറ്റർ കട്ടായിട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ പോസിബിൾ ആവുന്നത് 35 raised to 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ എഴുതാൻ പറ്റും? 7 into 5 7 into 5 7 into 5 7 into 5 35 raised to 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് 7 into 5 7 into 5 7 into 5 7 into 5 എന്ന് എഴുതാൻ പറ്റും. അതുവരെ ഓക്കെ ആണോ? കാരണം അത് ഞാൻ അതുവരെ എഴുതണം എന്ന് മനസ്സിലാക്കിയത് ഇവിടെ എനിക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കൊണ്ട് കംപ്ലീറ്റ്ലി കട്ട് ആവണം. പക്ഷെ 7 ഒത്തിരി ഉണ്ട്. കാരണം ഇവിടെ ഒരുപാട് 7 ഉണ്ട്. ഇത് 7 raised to 4 ആണ്. ഇതില് 7 ഉണ്ട്. പിന്നെ ഇതില് 7 സ്ക്വയർ ആണ്, 7³ ആണ്. അപ്പം ഒത്തിരി വട്ടം 7 ഉണ്ട്. പക്ഷെ നമ്മളിപ്പം നേരത്തെ മുമ്പ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടായിരുന്നു, എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മള് എന്താ 5ഉം 2ഉം വിചാരിച്ചാലാണ് ട്രെയിലിംഗ് സീറോസ് ഫോം ചെയ്യുക. പക്ഷെ ഒരുപാട് തവണ 2ഓ 5ഓ ഉണ്ടായിട്ട് കാര്യമില്ല. എത്രത്തോളം 20 വട്ടം 5ഉം 40 വട്ടം 2 വന്ന 20 ടൈംസ് 0 ഉണ്ടാവുള്ളൂ. കാരണം അത്രത്തോളം 5ന്റെ അത്രത്തോളം 2 വരുമ്പോഴേ സീറോസ് ആവുള്ളൂ. അപ്പൊ അത് നോക്കണം. ഇത് എലിമിനേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ആരാണോ മിനിമം ഉള്ളത് അവരുടെ അത്ര ടൈംസ് ആണ് പവർ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ 5 4 ടൈംസേ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ എന്തോ ഇവിടെ ഡിനോമിനേറ്റർ 1 വരും. അത് ബാക്കി 35 raised to 4 കൊടുക്കണം. സോ ഓപ്ഷൻ ഡി വിൽ ബി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? സോ ആ കോൺസെപ്റ്റ് ആണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സാർ ഇത് പെട്ടെന്ന് എത്താൻ എന്താണ് പരിപാടി ചെയ്യേണ്ടത്? പെട്ടെന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മളിപ്പം ഇവിടെ 35 raised to 7 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഒരു 5 into 7ഉം ഒരു 5 into 7ഉം റിമൈനിങ് ഉണ്ടാവും. കാരണം ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ 5 മാക്സിമം 4 വട്ടേ 5 വന്നിട്ടുള്ളൂ. ബാക്കി ഇത്രയും ആളുകൾ ബാക്കി ഉണ്ടാവും. 7 പിന്നെയും എലിമിനേറ്റ് ചെയ്ത് പോകും. റിമൈൻഡർ ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ വാല്യൂ റിമൈൻ ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യം ആലോചിക്കുന്നതാണ്. അതല്ലാതെ നമുക്ക് വേറെ പോസിബിലിറ്റീസ് ഇല്ല. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ന്യൂമറേറ്ററിൽ തന്നിട്ടുള്ളത് പവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് അതിൽ 7 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ 5 ഉണ്ടെന്ന് നോക്കുക. അതിൽ തന്നെ 35 എന്ന് പറഞ്ഞാൽ 7 into 5 ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ എലിമിനേഷന്റെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അത് മനസ്സിലായാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡിയാണോ?
സോ ഇവിടെ 4 ടൈംസ് 35:4 വരെ കൊടുക്കാം. അതിന്റെ അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 7 എലിമിനേറ്റ് ആയി പോകും, പക്ഷെ ഡിനോമിനേറ്ററിൽ 5 ഉണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്തത് ഫോർട്ടി ഫൈവ് ഒന്ന് നോക്കിയേ. 45 ഒന്ന് നോക്കുക. ഒരു 2 മിനിറ്റ്സ് എടുക്കുക, പെട്ടെന്ന് നോക്കുക.
ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഒരു സെറ്റ് ഓഫ് എക്സ് പൈപ്സിൽ സെറ്റിൽ 20 പൈപ്സ് ഉണ്ട്. അതിന് 70% ഓഫ് ടാങ്ക് ഫില്ല് ചെയ്യാൻ 14 മിനിറ്റ് എടുക്കുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. 70% ഓഫ് ദ ടാങ്കിന് 14 മിനിറ്റ് എടുക്കുമ്പോൾ നമുക്ക് 70% ഓഫ് എക്സ്, നമുക്ക് ഒരു കാര്യം എഴുതുന്നുണ്ട്. 70% ഓഫ് എക്സിന് 14 മിനിറ്റ്സ്. ഇപ്പോൾ 70 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് ഞാൻ ടാങ്കിന്റെ കപ്പാസിറ്റി, ഞാൻ എക്സിന് പകരം ഞാൻ എടുക്കുകയാണ്. ടാങ്കിന്റെ കപ്പാസിറ്റി എക്സ് അല്ല, ഒരു മിനിറ്റ്. ഈ ടാങ്കിന്റെ കപ്പാസിറ്റി എ എന്ന് എടുക്കുകയാണ്. 70% ഓഫ് എ ഫില്ല് ചെയ്യാൻ 14 മിനിറ്റ്. അപ്പോൾ 70% ഓഫ് എ എന്ന് പറയുന്നത് 70 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എ ഈക്വൽ ടു 14. എയുടെ വാല്യൂ 14 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 70 വരും. ഈ സീറോ പോയി, 7ഉം ഇതും കാര്യം. അപ്പൊ എന്താ, ഈ എക്സ് പറഞ്ഞ സെറ്റ് ഓഫ് 20 പൈപ്സ് ഉണ്ട്. അവർക്ക് ആ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ 20 മിനിറ്റ്സ് എടുക്കും. ഓക്കെ ആണോ? 70%-ന് 14 മിനിറ്റ്സ് ആണെങ്കിൽ ആ ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റി എന്ന് തൽക്കാലം വിളിക്കാൻ, അത് മൊത്തം ഫില്ല് ചെയ്യാൻ 20 മിനിറ്റ്സ് എടുക്കും. ക്ലിയർ ആവുന്നുണ്ടോ? 20 പൈപ്പുകൾക്ക്, സെറ്റ് എക്സിൽ 20 പൈപ്പുകളുണ്ട്. 20 പൈപ്പുകൾക്ക് ആ ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റിയെ എ ഫില്ല് ചെയ്യാൻ 20 മിനിറ്റ്. ഓക്കെ ആണോ? റെഡി ആവുന്നുണ്ടോ? ഓക്കെ. അതേപോലെ നമ്മൾ അടുത്ത സെറ്റ് ചെയ്യുക. അടുത്ത സെറ്റ് ബൈ 10 പൈപ്സ് ക്യാൻ ഫിൽ 3/8 ഓഫ് ദ ടാങ്ക്. അപ്പൊ വീണ്ടും ആ ടാങ്കിന്റെ കപ്പാസിറ്റി എ എന്നാണ്. 3/8 ഫില്ല് ചെയ്യാൻ, 3/8 ഓഫ് എ ഫില്ല് ചെയ്യാൻ 6 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ എ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 3 ഇതും പോയി 16 മിനിറ്റ്സ്. വൈയിൽ 10 പൈപ്സ് ഉണ്ട്, അവർക്ക് 16 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി കൊടുത്തിട്ടുണ്ട് തേർഡ് സെറ്റ് സെഡിൽ 16 പൈപ്പ് ഉണ്ട് ആൻഡ് ക്യാൻ എംപ്റ്റി ദ ഹാഫ് ഓഫ് ദ ടാങ്ക് ഇൻ. അവിടെ എന്താ, ഈ രണ്ട് എക്സ് പറഞ്ഞ ഗ്രൂപ്പിലുള്ള പൈപ്പുകളും വൈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള പൈപ്പുകളും ടാങ്ക് ഫില്ല് ചെയ്യുന്ന പൈപ്പുകളാണ്. അപ്പൊ അവർ ചെയ്യുന്ന പോസിറ്റീവ് വർക്ക് ആണ്. അപ്പൊ അവരുടെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സെഡ് പറഞ്ഞ പൈപ്പ് ടാങ്ക് എംപ്റ്റി ചെയ്യുന്ന പൈപ്പാണ്. അപ്പൊ അയാൾ എന്താ, നെഗറ്റീവ് വർക്ക് ചെയ്യുന്ന പൈപ്പാണ്. അപ്പൊ ആ ആളെ നമ്മൾ എന്ത് ചെയ്യണം, ആളുടെ എഫിഷ്യൻസി കാണുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കാം. ഇവിടെ 16 പൈപ്സ് ഉണ്ട്. ക്യാൻ എംപ്റ്റി ദ ഹാഫ് ഓഫ് ദ ടാങ്ക് ഇൻ 20 മിനിറ്റ്സ്. ഹാഫ് ഓഫ് ദ ടാങ്ക് എന്താണ്, 20 മിനിറ്റിൽ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്. സോ ഇവിടെ ഹാഫ് ഓഫ് ദ ടാങ്ക് 20 മിനിറ്റ്സ് ആണെങ്കിൽ ഫുൾ ഓഫ് ദ ടാങ്ക് എന്തായിരിക്കും, 40 മിനിറ്റ്സ് ആയിരിക്കും. അപ്പം ഇവിടെ സെഡ് പറഞ്ഞ ഗ്രൂപ്പിലുള്ളവർക്ക് 40 മിനിറ്റ്സ് എടുക്കും. ഓക്കെ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഇതുവരെ പറഞ്ഞത്? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ക്വസ്റ്റ് കുറച്ച് ലെങ്തിയർ ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇഫ് ഹാഫ് ഓഫ് ദ, പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മൾ ഇതുവരെ എ എന്നാ പറഞ്ഞത്. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി ഒന്ന് കാണണം. 20ഉം 16ഉം 40ഉം. ഇവിടെ നമ്മൾ LCM കാണുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ 10 വരും, ഇവിടെ നമുക്ക് 8 വരും, ഇവിടെ 20 വരും. ഇനി 2 കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 4 വരും, ഇവിടെ 10 വരും. 2 കൊണ്ട് again സോൾവ് ചെയ്യുമ്പോൾ 5 അങ്ങനെ തന്നെ, ഇവിടെ 2 വരും, ഇവിടെ 5 വന്നു. ഇനി 2 കൊടുക്കുമ്പം ഇവിടെ 5 1 5 5 കൊടുക്കുമ്പോൾ 1 1 1. ഇവിടെ നമുക്ക് നോക്കുമ്പം 8 ഇൻറ്റു 10. സോ
LCM 80 വരും. അപ്പോൾ ടാങ്കിന്റെ കപ്പാസിറ്റി ഈക്വൽ ടു 80 ലിറ്റേഴ്സ് ആണ്. ഇതുവരെ ഓക്കെ ആണോ പറഞ്ഞത്? LCM 80 കിട്ടി, ടാങ്കിന്റെ കപ്പാസിറ്റി 80 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സ് ഗ്രൂപ്പിലുള്ള 20 പൈപ്പുകളുടെ അവർ 20 മിനിറ്റ് ആണ് എടുക്കുന്നത്. അപ്പം 80 ഡിവൈഡ് ബൈ 20 അവരുടെ എഫിഷ്യൻസി എന്ത് വരും? 4 വരും. 4 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ഇവരുടെ എഫിഷ്യൻസി 4 ആണ്. ആ കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇവരുടെ എഫിഷ്യൻസി. ഈ സെക്കൻഡ് ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി, അതായത് വൈ പറഞ്ഞ ആളുകളിൽ എന്താണ് 16 പൈപ്പ് ഉണ്ട്. അപ്പം അവര് 16 മിനിറ്റിലാണ് ഫില്ല് ചെയ്യുന്നത്. സോ 16 പൈപ്പ് അല്ല, 10 പൈപ്പാണുള്ളത്. സോ 80 ഡിവൈഡ് ബൈ 16 വരും. എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 വരും, ഇവിടെ 10 വരും, ഇവിടെ എന്താ 5 വരും. ഇവരുടെ എഫിഷ്യൻസി 5 ആണ്. 5 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതുവരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മള് അടുത്തത് സെഡ് പറഞ്ഞ ഗ്രൂപ്പിൽ അവർ 40 മിനിറ്റ്സ് എടുക്കുന്നത്. സോ 80 ഡിവൈഡ് ബൈ 42 വരും. ഇവരുടെ എഫിഷ്യൻസി 2 ആണ്. ഇനി തന്ന് നമുക്ക് ഇൻഫോർമേഷൻ വെച്ച് നോക്കാം. ഇനി കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ എഫിഷ്യൻസി 2 ആകുമ്പോൾ -2 എന്നാ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, അവർ നെഗറ്റീവ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ ഹാഫ് ഓഫ് ദ സെറ്റ് എക്സ് ആർ ക്ലോസ്ഡ്. ഹാഫ് ഓഫ് ദ സെറ്റ് എക്സ് ആർ ക്ലോസ്ഡ് എന്നാൽ ഹാഫ് ഓഫ് ദ സെറ്റ് ഓഫ് പൈ എക്സ് ആർ ഓപ്പൺ എന്നാണ്. എക്സിലെ ഹാഫ് സെറ്റ് ക്ലോസ് ആണ്, ഹാഫ് സെറ്റ് ഓപ്പൺ ആണെന്നാണ്. അപ്പം ഫുൾ സെറ്റിന്റെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ഹാഫ് സെറ്റിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 2 ആയിരിക്കും. ഫുൾ സെറ്റിന്റെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ഹാഫ് സെറ്റിന്റെ എഫിഷ്യൻസി 2 ആയിരിക്കും. 2 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആയിരിക്കും. അതേപോലെ പറയുന്നുണ്ട് ആൻഡ് ഓൺലി ഹാഫ് ഓഫ് ദ പൈപ്പ് ഓഫ് സെറ്റ് വൈ ആർ ഓപ്പൺ. വൈയിലെ ഹാഫ് മാത്രം ഓപ്പൺ. അതില് ഫുള്ളിന്റെ എഫിഷ്യൻസി 5 ആണെങ്കിൽ ഹാഫിന്റെ എഫിഷ്യൻസി എന്താ? 2.5 ആയിരിക്കും. പിന്നെ ഓൾ പൈപ്പ് ഓഫ് സെറ്റ് സെഡ് ആർ ഓപ്പൺ. അപ്പൊ അവരുടെ എഫിഷ്യൻസി കമ്പൈൻ മൊത്തം എഫിഷ്യൻസി എന്താ? -2 ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഈ ടാങ്കിന്റെ 50%, ഈ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി 80 ലിറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ 50% പറയുമ്പോൾ 40 ലിറ്റേഴ്സ് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കും? നമുക്കറിയാം, ഇപ്പൊ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റി അല്ലെ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പൊ ഇവിടെ ടൈം ടേക്കൺ ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കപ്പാസിറ്റി ഇവിടെ ബൈ എഫിഷ്യൻസി ആണ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഹാഫ് ഓഫ് ദി ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? 40 ലിറ്റേഴ്സ് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ്. സോ 40 ലിറ്റേഴ്സ് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യും? അവിടെ ഫില്ല് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ 40 ലിറ്റേഴ്സ് ആണ്. സോ അപ്പൊ എന്താ? ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി വരും. കമ്പൈൻഡ് എഫിഷ്യൻസി എന്താ? 2 പ്ലസ് 2.5 പ്ലസ് -2 ഉണ്ടാവും. ഈ -2 +2 ക്യാൻസൽ ആവും. അപ്പൊ എന്താ? 40 ഡിവൈഡ് ബൈ 2.5 വരും. ഇതുവരെ ഓക്കെ ആണോ? 40 ഡിവൈഡ് ബൈ 2.5. നമ്മളത് താഴെ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ഞാൻ മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്താ? 40 ഡിവൈഡ് ബൈ 25 ആവും. ഞാൻ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 8 വരും. ഇയാൾ ഒന്നുകൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 2 എഴുതാൻ പറ്റും. 8 into 16 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടാങ്ക് ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഫുൾ എഫിഷ്യൻസി 40 മിനിറ്റ്സ് കണ്ടീഷൻ 50% തന്നെ എടുത്തത് ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി ആ 50%, 40 അങ്ങനെയല്ലേ എടുത്തിരിക്കുന്നത്? അതന്നെ 40. ഓക്കെ സാർ, ഇതില് ഇപ്പൊ നമുക്കിപ്പോ 70% എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 1% കണ്ടുപിടിച്ചിട്ട് അതിന്റെ 30% എടുത്തിട്ട് പിന്നെ അതിനെ കൊണ്ട് ആഡ് ചെയ്ത ടോട്ടൽ 100% കിട്ടത്തില്ലേ? 70% ആ ഫസ്റ്റ് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര ടൈം കിട്ടുന്നതാണ്, അങ്ങനെയാണോ? ആ ആ അത് അവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ. 70% ഓഫ് എക്സിന് 14 മിനിറ്റ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ. 70% ടാങ്കിന്റെ കപ്പാസിറ്റി എ ആണെങ്കിൽ 70% ഓഫ് എക്ക് 14 മിനിറ്റ്. അപ്പൊ എ പറഞ്ഞാൽ എന്താ? ഫുൾ കപ്പാസിറ്റി. ഫുൾ കപ്പാസിറ്റിക്ക് എങ്ങനെ? അപ്പൊ എന്താ? 70% ഓഫ് എ ആണ് 70 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എ ആണ്. എ കണ്ടുപിടിക്കാൻ എ മാത്രം ഇവിടെ നിൽക്കട്ടെ.
ഓക്കെ. ബാക്കി അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പം. മറ്റേ നമ്മള് അല്ല അത്രത്തോളം സാർ, അല്ല തോട്ട് പ്രോസസ് അങ്ങനെ പെട്ടെന്ന് ശരിയായില്ല, അതുകൊണ്ട് ഒരു നമ്മൾ ആ രീതിയിൽ നമ്മൾ വീണ്ടും സ്ട്രെസ് ചെയ്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഇങ്ങനെ ഓക്കെ ആലോചിച്ച് മാറിയാലേ കാര്യമുള്ളൂ. ഓക്കെ ഒരു ഓക്കെ ഓക്കെ ഇതില് ഫുൾ എഫിഷ്യൻസി XYZ എത്ര കിട്ടുന്നതെന്ന് പറയും. ഫുൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാല്, ഫുൾ എഫിഷ്യൻസി പറയുമ്പോൾ നമുക്ക് എക്സിന്റെ ഫുൾ പൈപ്പ് ആണെങ്കിൽ 4ഉം 5ഉം -2. ഫുൾ എഫിഷ്യൻസി പറയുമ്പോൾ 7 കിട്ടുക. ഓക്കെ ആണോ? 7 ഫുൾ എഫിഷ്യൻസിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ എന്തിനാ ഓക്കെ ഫുൾ? ഒരാൾ മനസ്സിലായി. ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല സാർ മനസ്സിലായി സാർ. അതല്ല, വേറൊരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഭിശങ്കർ എന്താ എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ചാറ്റില് ക്ലിയർ ആയോ? ഫുൾ എഫിഷ്യൻസി നമുക്ക് കാണേണ്ട ആവശ്യമില്ല. എന്തായിരുന്നു? അല്ല, ഫുൾ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സ് പറഞ്ഞ സെറ്റ് ഓഫ് പൈപ്പുകളുടെ എഫിഷ്യൻസി 4 ആണ്. 4 liters/minute ആണ്. വൈ പറഞ്ഞ സെറ്റ് ഓഫ് പൈപ്പ്സിന്റെ എഫിഷ്യൻസി 5 liters/minute ആണ്. പിന്നെ സെഡ് പറഞ്ഞ ആളുകളത് -2 liters/minute ആണ്. അവര് എം ടി ചെയ്യുന്നതാണ്. റെഡി ആവുന്നുണ്ടോ? വൈ 80/10 അല്ല. അവര് നമ്മൾ എത്ര പൈപ്പ് ഉണ്ടെന്നല്ല ഡിവൈഡ് ചെയ്യണ്ടേ. 80 liters അവർക്ക് എത്ര ടൈം എടുക്കും. നമുക്ക് എഫിഷ്യൻസിന്റെ ഫോർമുല എന്താ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റി ടൈം ടേക്കൺ ആണ്, അല്ല നമ്പർ ഓഫ് പൈപ്സ് അല്ല. 80 എത്ര പൈപ്സ് ഉണ്ട് ഇവിടെ, എത്ര എത്ര മിനിറ്റ്സ് എടുക്കുന്നത്? അവർക്ക് 16 മിനിറ്റ് എടുക്കുന്നത്. 80/16 ആണ് വരിക. ഓക്കെ, അതിൽ നമ്മള് വേറൊരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പം 10 പൈപ്പിന് 1 മിനിറ്റില് 5 ലിറ്റർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 പൈപ്പ് 1 മിനിറ്റില് 5 ലിറ്റർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു പൈപ്പ് എന്ന് പറഞ്ഞാല് ആ ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 10 പൈപ്പ് 5 liters/minute ആണ് അവരുടെ എഫിഷ്യൻസി എങ്കിൽ 10 പൈപ്പുകൾ 1 മിനിറ്റിൽ 5 ലിറ്റേഴ്സ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആ 10 പൈപ്പ് ഓപ്പൺ ആയതുകൊണ്ടാണ് 1 മിനിറ്റ് 5 ലിറ്റർ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓരോ പൈപ്പും അര ലിറ്റർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. കാരണം 10 പൈപ്പ് 5 ലിറ്റർ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് ചെയ്യുന്ന വർക്ക് എന്താ? 5/10, ½ ലിറ്റർ ഒരു പൈപ്പ് ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ്. LCM കണ്ടത് എല്ലാ മിനിറ്റ്സിലാണ്. LCM നമുക്ക് ഇവിടെ എന്താ 20 മിനിറ്റ്സിന്റെയും 16 മിനിറ്റ്സിന്റെയും 40 മിനിറ്റ്സിന്റെയും LCM ആണ് കാണേണ്ടത്. അപ്പൊ 80 കിട്ടും. അതാണ് ടോട്ടൽ കപ്പാസിറ്റി. ഓരോ ഗ്രൂപ്പും എടുക്കുന്ന ടൈം ടേക്കിന്റെ LCM എടുക്കും. അതിന്റെ LCM എടുക്കുമ്പോഴാണ് ടോട്ടൽ ടാങ്കിന്റെ കപ്പാസിറ്റി കിട്ടുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തേ. 59, 2 മിനിറ്റ്സ് എടുക്കുക, പെട്ടെന്ന് 59 ചെയ്യാം.
സോ ഇവിടെ കൊടുത്ത ഇൻഫോർമേഷൻ വെച്ച് നോക്കാം. എക്സ് ക്യാൻ കംപ്ലീറ്റ് 1/3 ഓഫ് എ സർട്ടൈൻ വർക്ക് ഇൻ 6 days. Y can complete the 1/3 of the work, same work in 8 days. Z can complete the 3/4 of the same work in 12 days. All of them work together for n days, and then X and Z quit, and Y alone finish the remaining work in 8 2/3 days. What is the value of n? ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എക്സ് 1/3 ഓഫ് ദ വർക്ക് 6 days കൊണ്ട് ചെയ്യും. അപ്പൊ ആ വർക്കിനെ ഇവർ എല്ലാവരും ചെയ്യുന്ന വർക്കിനെ നമ്മൾ എ എന്ന് വിളിക്കാം. സപ്പോസ് ഞാൻ ഒരു വാല്യൂ കൊടുത്താണ്. സോ എക്സിന് 1/3 ഓഫ് എക്ക് 6 ദിവസം എടുക്കും. അപ്പൊ എ കംപ്ലീറ്റ് ചെയ്യാൻ എന്താ 6 × 3 18 days എടുക്കും. അപ്പൊ എക്സിന് 18 days. ഓക്കെ, അപ്പം എക്സിന് ടോട്ടൽ വർക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ 18 days എടുക്കും. Y can complete the 1/3 of the work in 8 days. അപ്പം വൈക്ക് ആ മൊത്തം വർക്ക് ചെയ്യാൻ 1/3 ഓഫ് എക്ക് 8 ദിവസം. അപ്പൊ എ ചെയ്യാൻ എന്താ 24 ദിവസം. അപ്പൊ വൈ പറഞ്ഞ ആൾക്ക് 24 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ സെഡിന് 3/4 ഓഫ് എ ചെയ്യാൻ 12 ദിവസം. അപ്പം എ പറഞ്ഞ വർക്ക് ചെയ്യാൻ 12 × 4/3 ഉണ്ടാവും. കട്ട് ചെയ്ത് പോകുമ്പോൾ 6 × 4 4 × 4 16 days. ഓക്കെ, സെഡിന് 16 ദിവസം. ഓക്കെ ആണോ? ഇതുവരെ ചെയ്ത് ഓക്കെ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സിന് ഇൻഡിവിജ്വലി ആ വർക്ക് ചെയ്യാൻ 18 ദിവസം, വൈക്ക് ആണെങ്കിൽ 24 ദിവസം, സെഡിനാണെങ്കിൽ 16 days. ഇനി ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ 18ന്റെയും ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 18 24 16 LCM ഉണ്ടാവും. സോൾവ് ചെയ്യാം. ഇവിടെ 2 കൊടുക്കുമ്പോൾ 9 വന്നു, ഇവിടെ 12 വന്നു, ഇവിടെ 8 വന്നു, എഗെയിൻ 2 കൊടുക്കുകയാണ്. സോ ഇവിടെ 9 അങ്ങനെ തന്നെ, ഇവിടെ 6 വരും, ഇവിടെ 4 വരും, എഗെയിൻ 2 കൊടുക്കുകയാണ്. സോ ഇവിടെ 9 അങ്ങനെ തന്നെ, ഇവിടെ 3 വരും, ഇവിടെ 2 വരും, എഗെയിൻ 3 കൊടുക്കുകയാണ്. സോ ഇവിടെ 3 വരും, ഇവിടെ 1 വരും, ഇവിടെ 2 വരും, 3 കൊടുക്കുകയാണ്. 1 വന്നു, 1 വന്നു, 2 വന്നു, 2 ഉണ്ട്, 1 വന്നു, 1 വന്നു. ഇത് 2 × 2 × 2 8 ഉണ്ട്, പിന്നെ ഒരു 9 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. 16 × 9 ഉണ്ടാവും. 9 6 54 ഉണ്ടാവും. 4 5 ബാലൻസ് എന്താ 144. സോ LCM 144 വരും. ഇതുവരെ ഓക്കെ ആണോ? സോ ടോട്ടൽ വർക്ക് LCMന് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എനിക്ക് ടോട്ടൽ വർക്ക് ഈക്വൽ ടു 144 യൂണിറ്റ്സ് കിട്ടും. ഇനി ഞാൻ എഫിഷ്യൻസി ഓഫ് എക്സ് കാണണം. സോ എഫിഷ്യൻസി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 144 ഡിവൈഡഡ് ബൈ 24 ഉണ്ടാവും. കട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ സോൾവ് ചെയ്ത് വരുമ്പം എനിക്ക് പറയാൻ പറ്റും. ഇവിടെ അഗെയിൻ ഇവിടെ 12 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 12 വരും, ഇവിടെ എന്ത് വരും 6 എന്ന് കിട്ടും. അപ്പൊ സോറി ഒരു മിനിറ്റ്, ഇയാളുടെ 18 ആണല്ലോ. സോറി 144 എക്സിന്റെ 144 ഇവിടെ 18 ഉണ്ടാവും. നമുക്ക് ഇവിടെ 209 വരും, ഇവിടെ 72 വരും, ഇവിടെ 8 വരും. സോ എക്സിന്റെ എഫിഷ്യൻസി 8 യൂണിറ്റ് ആണ് പെർ ഡേ. അതേപോലെ വൈഡത് നമുക്ക് 144 ഡിവൈഡഡ് ബൈ 24 2 വന്നു, 12 വന്നു, 6 ആണ്. അതേപോലെ 144 ഡിവൈഡഡ് ബൈ 16 സെഡിന്റെ എഫിഷ്യൻസി ഇവിടെ 8 വരും, ഇവിടെ 72 വരും, 9 വരും. ഓക്കെ, ക്ലിയർ ആണോ? എഫിഷ്യൻസി കണ്ടത് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റെഡി ആണോ? ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കാം. ഇവര് 3 പേരും ടോട്ടൽ വർക്ക് 144 യൂണിറ്റ്സ് ആണ്. നമ്മളിവിടെ എഫിഷ്യൻസി കണ്ടു. ഇവര് 3 പേരും വർക്കിന് വന്നു, പക്ഷെ എന്നിട്ട് n ഡേയ്സ് വരെ ഇവര് 3 പേരും ജോലി ചെയ്തു, n ഡേയ്സ് വരെ. അതിനുശേഷം എക്സും സെഡും എന്ത് ചെയ്തു? ജോലി ആദ്യം എക്സും വൈയും സെഡും n ദിവസങ്ങൾ വരെ ഒരുമിച്ച് വർക്ക് ചെയ്തു. പിന്നെ എക്സും വൈയും സെഡും അതിലെന്താ എക്സും സെഡും എന്താ ജോലി നിർത്തി പോവാണ്, അവർ പോയി. അപ്പം ബാക്കിയുള്ള വർക്ക് വൈ പറഞ്ഞ ഒരാള് ഒറ്റയ്ക്ക്
A 2/3 ഡേയ്സ് കൊണ്ടാണ് ചെയ്തു തീർത്തത്. ആ A 2/3 ഡേയ്സിൽ Y ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പം Y എലോൺ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ടോട്ടൽ ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ്. സോ നമുക്ക് എന്താ അത് ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ Y എലോൺ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ A 2/3 മിക്സഡ് ഫ്രാക്ഷൻ നിന്ന് മാറ്റാണ്. സോ അപ്പൊ Y എലോൺ ചെയ്ത വർക്ക് പറഞ്ഞാൽ ആ ഡേയ്സ് ഇൻറ്റു വൈയുടെ എഫിഷ്യൻസി ആണ്. സോ നമുക്ക് ഇവിടെ എന്താ A 2/3 മാറ്റുമ്പോൾ 26/3 എന്നുണ്ടോ, അത് ഇൻറ്റു വൈയുടെ എഫിഷ്യൻസി പറഞ്ഞാൽ 6 ആണ്. അപ്പൊ Y എലോൺ ചെയ്ത യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3യും ഇതും പോയി 26 ഇൻറ്റു 2 52 യൂണിറ്റ്സിന്റെ പ്രത്യേകത എന്താ? 52 യൂണിറ്റ്സ് Y എലോൺ ചെയ്തതാണ്. അതായത് എക്സും സെറ്റും ജോലി നിർത്തി പോയിട്ട് ബാക്കി 2/3 ഡേയ്സ് കൊണ്ട് Y 52 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ 144 യൂണിറ്റ്സ് നിന്ന് ഈ 52 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? അവിടെ എക്സും വൈയും സെഡും കൂടി എത്ര വർക്ക് ചെയ്തതിന്റെ യൂണിറ്റ് കിട്ടും. സോ അത് എന്ത് വരും? 144 52 പോയാൽ 92 യൂണിറ്റ്സ് എന്താ എക്സും വൈയും സെഡും കൂടി ചെയ്തതാണ്. അപ്പം എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ 92 യൂണിറ്റ്സ് ചെയ്യാനെടുത്ത ടൈമാണ്. സോ 92 യൂണിറ്റ്സ് ചെയ്യാനെടുത്ത ടൈം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 92 ഡിവൈഡ് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി. കമ്പൈൻഡ് എഫിഷ്യൻസി പറഞ്ഞാൽ എക്സും വൈയും സെഡിന്റെ എഫിഷ്യൻസിയാണ്. സോ 8 + 6 + 9 ഉണ്ടോ, 17 + 6 23 ഉണ്ടാവും. സോ 92 ഡിവൈഡ് ബൈ 23 നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യാം. ഇവിടെ 4 ആൻസർ കിട്ടും. അതായത് എന്നിന്റെ വാല്യൂ 4 ഡേയ്സ് ആണ്. 4 ദിവസം വരെയാണ് എക്സും വൈയും സെഡും ഒരുമിച്ച് ജോലി ചെയ്തത്. അതിനുശേഷം അപ്പൊ അത്രയും ദിവസം കൊണ്ട് അവർ 92 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എക്സും സെഡും ജോലി നിർത്തിപ്പോയി. പിന്നെ ബാക്കിയുള്ള 52 യൂണിറ്റ്സ് Y ഒറ്റയ്ക്ക് 2/3 ഡേയ്സ് കൊണ്ടാണ് കണ്ടുപിടിച്ചത്, ചെയ്തു തീർത്തത്. അപ്പൊ നമുക്ക് എന്താ, ഇവിടെ എക്സും വൈയും സെറ്റും ഒരുമിച്ച് ജോലി ചെയ്ത ദിവസങ്ങൾ എത്ര? 4 ദിവസങ്ങൾ. സോ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? ഓക്കെ, നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ പറഞ്ഞു നമുക്ക് നോക്കാം. 60 കിട്ടിയോ? 60 റെസ്പോണ്ട് ചെയ്തേ. 60. Okay. 60 ഒന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പം എന്താണ് ആഡ് ചെയ്ത് പോയിട്ടുള്ളത്? 1 വന്നു, 1 വന്നു, 3 വന്നു, 6 വന്നു, 11 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പം എങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്? ഇവിടെ ടേംസ് തമ്മിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഇവിടെ 2 വന്നു. സോ ഇവിടെ 11 ഉണ്ട്, 18 ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സ് ഉണ്ട്. ഡിഫറൻസ് ഇവിടെ നോക്കുമ്പോൾ 3 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 7 വന്നു. ഇപ്പൊ 2 3 5 7 നമുക്ക് എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് 7 കഴിഞ്ഞാൽ അടുത്ത 18ന്റെ കൂടെ അവിടുത്തെ ആഡ് ചെയ്യുന്നത് 11 ആണ്. സോ 18 + 11 29 കിട്ടും. 29 കഴിഞ്ഞാൽ അടുത്ത് എന്താ, പ്രൈം നമ്പർ 13 ആണ്. 29 + 13 ചെയ്യുമ്പോൾ 42 കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ പ്രൈം നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സി വിൽ ബി ദി ആൻസർ. റെഡിയാണോ? ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ, ഇതിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം.
49 എന്ന് നോക്കിയാൽ 49 2 മിനിറ്റ്സ് എടുക്കുക, 49 എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ ഹാസ് ബീൻ സ്റ്റോളൻ. ദർ ആർ 3 സസ്പെക്ട്സ്. പി ക്യു ആർ ഒരു മൊബൈൽ ഫോൺ കാണാതെ പോയിട്ടുണ്ട്. അപ്പം പി ക്യു ആർ ആണ് സസ്പെക്ട് ആയിട്ടുള്ളത്. അപ്പൊ അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം അതിൽ ഒരാള് ഗിൽറ്റിയാണ്, ഒരാളാണ് ആ ഫോൺ മോഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവരുടെ റെസ്പോൺസസ് എന്തായിരുന്നു? പി പറഞ്ഞു ഐ ഡി നോട്ട് സ്റ്റീൽ, ക്യൂ സ്റ്റോളൻ. പി പറയുന്നുണ്ട് ക്യൂ ആണ് ചെയ്തിട്ടുള്ളത്, പിയുടെ ഒരു റെസ്പോണ്ടിൽ പറയുന്നത്. പിന്നെ നമുക്കിപ്പോ ഒരു തന്നതിൽ ഇപ്പം കൂടുതൽ ആളുകളും ഒരാളെ പോയിന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനൊക്കെ നമുക്ക് അസ്യൂം ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് എന്ത്, പി പറയുന്നത് ക്യൂ ആണ്, പക്ഷെ നമുക്ക് പി പറഞ്ഞത് വെച്ച് നമുക്കൊന്നും ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ ക്യൂ പറയുന്നുണ്ട് ആറ് ചെയ്തിട്ടില്ല, പിന്നെ ക്യൂ ഞാനും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം എന്ത് വേണം, ക്യൂ പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ പി ആവാം. അപ്പം ഇവിടെ പിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ആറ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഹൂ സ്റ്റോൾ ദ മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചാല് നമുക്ക് ഇതിന്ന് ഏതെങ്കിലും റെസ്പോൺസ് ഇപ്പൊ പി ആണെന്നോ ക്യൂ ആണെന്നോ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതിലെല്ലാം എന്താണ്, നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്ന് റെസ്പോണ്ട് ചെയ്ത് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആര് ചെയ്തു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇന്നൊരു പേഴ്സൺ ആയിരിക്കും ചെയ്തത് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ, ഇത് ഇത് വെച്ചിട്ട് ആര് മൊബൈൽ ഫോൺ എടുത്തു എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കനോട്ട് ബി കൺക്ലൂഡഡ്, ഡി വിൽ ബി ദി ആൻസർ. റെഡിയാണോ? നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് ഇന്ന് ഒരു സെഷൻ കൂടി ഉണ്ട്. അപ്പൊ അടുത്ത സെഷനിൽ നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് നമുക്ക് പെൻഡിങ് ഉള്ള കുറച്ചുകൂടി 23 കുറച്ച് BYQs നോക്കാം. അതേപോലെ നമുക്ക് റീഡിങ് കോംപ്രഹെൻഷന് ഒരു ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം. പിന്നെ നമ്പർ സിസ്റ്റത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കതിൽ കുറെയൊക്കെ നമ്മൾ കവർ ചെയ്താണ്, അതല്ലാത്ത കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് പറയാനുള്ളത്. സോ നമുക്കത് 6 കാണാം. ഓക്കെ, റെഡിയാണോ? റെസ്പോണ്ട് ചെയ്തേ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? സോ താങ്ക് യു.